ശശി തരൂർ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. ഏത് കോണ്ടസ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എൻ്റെ രീതി, നിങ്ങൾക്കറിയാം. നമസ്കാരം. നയതന്ത്രജ്ഞൻ, വാഗ്മി, എഴുത്തുകാരൻ, 17 വർഷമായി കോൺഗ്രസുകാരൻ, തിരുവനന്തപുരത്തെ തുടർച്ചയായി ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന MP ശശി തരൂർ എന്ന വിശ്വപൗരന് വിശേഷണങ്ങൾ അങ്ങനെ അനവധിയാണ്. കേരള രാഷ്ട്രീയത്തിൽ തരൂർ ചർച്ചയാകുന്നത് പക്ഷേ എപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെയാണ്. കോൺഗ്രസ് MP ആയിരിക്കുന്ന തരൂർ LDF സർക്കാരിന്റെ നയങ്ങളെയും പദ്ധതികളെയും വേണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പുകഴ്ത്തി പറയും. ഇത്തവണ വ്യവസായ രംഗത്തെ കേരളത്തിന്റെ വളർച്ചയെ പ്രശംസിച്ച് ദേശീയ മാധ്യമത്തിൽ ലേഖനമെഴുതിയ തരൂർ തൊട്ടടുത്ത മണിക്കൂറുകളിൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും പുകഴ്ത്തി. കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളെ ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ് തരൂർ. റെയിലിലും വിഴിഞ്ഞം കോൺക്ലേവിലുമൊക്കെ തരൂർ ഇതുപോലെ നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നല്ലതെന്ന് പറയുന്നത് തന്റെ രീതിയാണെന്ന് ആവർത്തിക്കുന്ന തരൂർ എന്തിനേയും തുറന്നെതിർക്കുന്ന VD സതീശനുള്ള പാഠപുസ്തകമാണോ, അതോ നേതൃത്വങ്ങളെ ഒരുപോലെ വെട്ടിലാക്കി പുതുരാഷ്ട്രീയ വഴി തേടുന്നോ തരൂർ? പരിശോധിക്കാം. സ്വാഗതം. എനിക്കൊപ്പം ശ്രീ A സമ്പത്ത്, CPM പ്രതിനിധീകരിച്ച്, ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, കോൺഗ്രസ് പ്രതിനിധി, ശ്രീ BG വിഷ്ണു, BJP പ്രതിനിധി, ശ്രീ ശ്രീകുമാർ മനയിൽ, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ വസന്ത് തെങ്ങമ്പള്ളി. ഇന്ന് ആദ്യമായല്ല തരൂർ തന്റെ രാഷ്ട്രീയമായി എതിർഭാഗത്ത് നിൽക്കുന്ന ആരെയെങ്കിലും പുകഴ്ത്തി പറയുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഈ സംരംഭങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് അത്തരമൊരു സമീപനം എടുത്തത്. ഇന്ന് ഈ കേരളത്തിലെ എല്ലാ നേതാക്കളും തള്ളിപ്പറഞ്ഞതിന് ശേഷവും അദ്ദേഹം പറയുന്നു നല്ലത് കണ്ടാൽ നല്ലത് പറയുമെന്ന്. അതിനെ തള്ളിക്കളയാൻ പറ്റുമോ? നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെയല്ലേ പറയേണ്ടത്? നല്ലതെന്ന് പറയണം. ഡോക്ടർ തരൂർ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നത് ഡോക്ടർ തരൂർ തീരുമാനിക്കട്ടെ. അദ്ദേഹം വിശ്വപൗരനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ് ആ വിഷയത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത്. പക്ഷെ നോക്കൂ, തരൂർ പറഞ്ഞത് നോക്കൂ എന്ന് പറയുന്നതിന് മുമ്പ് ശ്രീ വസന്ത്, ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ പോയി മൈക്ക് വെച്ചപ്പോ പിണറായി വിജയൻ കൊള്ളാം അല്ലെങ്കിൽ കേരളത്തിൽ വ്യവസായമുണ്ട് എന്ന് പറഞ്ഞതല്ല തരൂർ. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നു എന്ന് വസ്തുതകൾ നിരത്തി എഴുതിയ ഒരു ലേഖനമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇല്ല രേണു ആ ലേഖനം മുഴുവൻ വായിച്ചിട്ടില്ല ഒന്നെങ്കിൽ, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുക. നോക്കൂ, ആ ലേഖനത്തിന്റെ 3ാമത്തെ പാരഗ്രാഫ്. This is a welcome change from what we have all heard and assumed about Kerala, if true and not just a hyperbole. അതായത് തരൂരിന്റെ ലേഖനം ആരംഭിക്കുന്നതും കോട്ട് ചെയ്യുന്നതും വ്യവസായ മന്ത്രി P രാജീവിനെയാണ്. അത് വ്യവസായ മന്ത്രി P രാജീവ് 2 മിനിറ്റിനുള്ളിൽ വ്യവസായം തുടങ്ങാം എന്ന് പറഞ്ഞ കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം തരൂർ പ്രകടിപ്പിക്കുന്നത്. അത് ശരിയോ അല്ലയോ എന്നത്. മറ്റത് അത് ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചാണ് തന്റെ ഈ നിലപാട് എന്നത് ആദ്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ആ റിപ്പോർട്ടിൽ കേരളത്തെ പരാമർശിക്കുന്നത് കണ്ട് അത് മനസ്സിലാക്കി അറിഞ്ഞു തന്നെയാണ് അദ്ദേഹം തന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം 1ാം സ്ഥാനത്താണ് എന്നത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായവർ അംഗീകരിച്ചതാണ്. അംഗീകാരം കേരളത്തിന് കിട്ടിയതുമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ തരൂരിന്റെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഹൈപ്പർബോൾ, അതായത് ഊതിപ്പെറുപ്പിച്ച ഒരു ബലൂണും അവകാശവാദവും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് വാം വെൽക്കംഡ് ആണ് എന്ന് തരൂർ പറയുന്നു. ഡോക്ടർ തരൂർ അതിന്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ടല്ലോ, എന്താണ്, അധികാരത്തിൽ ഇരിക്കുമ്പോൾ മാത്രം കൊടി പിടിക്കാത്ത സമീപനമാണ് CPM സ്വീകരിച്ചത്. വസന്ത് തെങ്ങമ്പള്ളി, അത് അവസാന ഘട്ടത്തിൽ പറയുന്ന കാര്യമാണല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല. ആദ്യ ഘട്ടത്തിൽ തന്നെ ശ്രീ ശശി തരൂർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലേഖനം, എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി അല്ലെങ്കിൽ കേരളത്തെ പുകഴ്ത്തി അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വരുന്നു എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയത്തിൽ കണക്കുകൾ നിരത്തി ഇതാണ് ഡേറ്റ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ KC വേണുഗോപാൽ മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള എല്ലാ നേതാക്കളും, വസന്ത് തെങ്ങമ്പള്ളി എന്ന താങ്കൾ വരെ തള്ളി പറയുന്നു. അപ്പോൾ തരൂർ വീണ്ടും വന്ന് പറയുകയാണ് നല്ലത് കണ്ടാൽ ഞാൻ നല്ലതെന്ന് പറയും, അതാണ് എന്റെ ശീലം, അതാണ് എന്റെ രീതി എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മുടെ മുന്നിൽ ഡാറ്റകൾ ഉള്ള ഒരു കാര്യമാണ്. അതിൽ നിങ്ങളുടെ തന്നെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാൾ വന്ന് അതിനെ പ്രശംസിച്ച് സംസാരിക്കുന്നു. അതിൽ തിരുത്തി പറയാൻ മറ്റൊരു ഡേറ്റയും കയ്യിലില്ല എന്നിരിക്കെ ഇങ്ങനെ പരസ്യമായി
അത് അടിസ്ഥാനരഹിതമാണ് എന്ന് കണ്ണടച്ച് പറയുന്നത് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ തരൂർ പറയുന്നതല്ലേ അതിന്റെ യാഥാർത്ഥ്യം? രേണു, അങ്ങ് ഈ നിയമസഭയിൽ എൻ ഷംസീർ ഇടപെടുന്നത് പോലെ ഞാൻ തുടക്കം തൊട്ട് അങ്ങ് ഇടപെടുകയാണ്. അതുകൊണ്ടാണ് അങ്ങേക്ക് അത് തിരുത്തി പറയാൻ എന്റെ കയ്യിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ രേഖയില്ല എന്ന് തോന്നുന്നത്. പറഞ്ഞ് പൂർത്തിയാക്കാൻ അങ്ങ് അനുവദിക്കൂ, അപ്പോൾ മനസ്സിലാവും. നോക്കൂ, ഡോക്ടർ തരൂരിനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളയാൻ കേരളത്തിന്റെ സമകാലിക അവസ്ഥ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മുതൽ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ വരെയുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, തരൂരിന്റെ ലേഖനം ഞാനും ഒരു പുസ്തകമൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ ആരും ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിലെ ആമുഖം മാത്രം വായിച്ചിട്ട് ഇതാണ് പുസ്തകം എന്ന് പറയുമോ? പുസ്തകം മുഴുവനായി വായിക്കണം. അങ്ങനെ മുഴുവനായി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഡോക്ടർ തരൂർ സംസ്ഥാന സർക്കാരിനെ ട്രോൾ ചെയ്താണ് എന്നാണ്. നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ മാത്രം ഇവിടെ വികസനം വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇനി ഡോക്ടർ തരൂർ പറഞ്ഞത് അങ്ങ് പറയുന്ന അങ്ങനെ അല്ലല്ലോ ശ്രീ വസന്ത്. നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് നല്ലതാണ്, ആ നല്ലതിനെ ഞാൻ നല്ലതെന്ന് പറയുന്നു. നിങ്ങൾ ഇതേ സമീപനം നിങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോഴും സ്വീകരിക്കണം എന്ന ഒരു ഉപദേശമാണത്. അത് ഒരു ഉപദേശമാണ്. അത് ഇങ്ങനെ തന്നെ ഇത് നിങ്ങൾ ചെയ്യുന്നത് നല്ലത്, ഇത് നിങ്ങൾ തുടരണം എന്ന ഒരു ഉപദേശമായിട്ടാണ് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത്. രേണു, ഞാനത് ഡോക്ടർ തരൂര് പറഞ്ഞതിനെതിരായിട്ടുള്ള എന്റെ വാദങ്ങളുണ്ട്, അതുകൂടെ അങ്ങ് കേൾക്കൂ. അങ്ങ് ഒന്ന് സംയമനം പാലിച്ചാൽ മാത്രമല്ലേ അത് പറയാൻ പറ്റൂ. നോക്കൂ, ഡോക്ടർ തരൂർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ വികസനം, ആ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വളരെയധികം ഡെവലപ്ഡ് ആയി എന്ന് ഡോക്ടർ തരൂർ പറഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ അഡ്വക്കേറ്റ് വസന്തകുമ്പള്ളി പറഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ രേണു പറഞ്ഞാൽ, നമ്മൾ മറന്നുപോകുന്ന ആന്തൂർ നഗരസഭയിലെ ഒരു സാജൻ ഉണ്ട്. മറന്നുപോയോ? ആരായിരുന്നു സാജൻ? 2 വർഷക്കാലത്തോളം ആന്തൂർ നഗരസഭയുടെ, ഏത് ആന്തൂർ നഗരസഭ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഭാര്യ ഭരിക്കുന്ന ആന്തൂർ നഗരസഭ. ആ ആന്തൂർ നഗരസഭയുടെ നടകൾ മുഴുവൻ 2 വർഷക്കാലം കേറിയിറങ്ങി നടന്നു മടുത്ത് ആ നഗരസഭയുടെ അധ്യക്ഷയ്ക്കും അധ്യക്ഷയുടെ കിങ്കരന്മാർക്കും പണം കൊടുത്താൽ മാത്രമേ ഇവിടെ ഒരു വ്യവസായശാല തുറക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കി കൊടുക്കാം ആത്മഹത്യ ചെയ്ത 1.5 മുഴം കയറിൽ തൂങ്ങി മരിച്ച ആന്തൂർ സാജന്റെ ആത്മാവിനോട് ചെയ്യുന്ന നീതികേടാവും തരൂര് ചെയ്താലും ഞാൻ ചെയ്താലും. വസന്ത്, ഇടപെടുന്നതിൽ ക്ഷമിക്കുക. നമുക്ക് പാനലിസ്റ്റുകളുടെ എണ്ണം കൂടുതലാണ്, ഇടവേളകളുണ്ട്. നോക്കൂ, ഇദ്ദേഹത്തിന്റെ ലേഖനം തുടങ്ങുന്നത് തന്നെ ഒരു കാലത്ത് എന്തായിരുന്നു സാഹചര്യം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. താങ്കൾ ഈ സൂചിപ്പിച്ച വ്യവസായിയുടെ മരണം കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്ത വിഷയമാണ്. അതിലെ നെല്ലും പതിരും മാധ്യമങ്ങൾ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിനുശേഷം കേരളം 28ാം സ്ഥാനത്തിൽ നിന്ന് 1ാം സ്ഥാനത്തെത്തിയ സാഹചര്യത്തിൽ നിന്നാണ് ഈ ലേഖനം വരുന്നത്, നമ്മളുടെ ചർച്ച വരുന്നത്. അവിടെ നിന്ന് വേണം താങ്കൾ സംസാരിക്കാൻ. അതിലെ വസ്തുത വേണം പറയാൻ. 28ാം സ്ഥാനമായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളത്തിന്. അവിടെ നിന്നാണ് 18 മാസം കൊണ്ട് കേരളം 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ആ അത്ഭുതകരമായ മാറ്റത്തെയാണ് ഈ ലേഖനത്തിൽ തരൂർ എടുത്തു പറയുന്നത്. രേണു, 3 മാസം മുമ്പ് തിരുവനന്തപുരത്ത് സ്വന്തം മെക്കാനിക്കൽ ഷോപ്പിൽ ആത്മഹത്യ ചെയ്ത ആളെ മറന്നുപോയോ? അങ്ങനെ എത്രയോ പേർ ആന്തൂർ സാഹചര്യന്റെ ഭാര്യയെ പറ്റി അവിഹിതം എഴുതിവിട്ട ദേശാഭിമാനി പത്രത്തെ മറന്നുപോയോ? അപ്പൊ ഇതെല്ലാം നമുക്ക് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കിക്കൊണ്ട് ഇത് കേരളം അങ്ങ് ഭയങ്കര എക്കോസിസ്റ്റമാണ്, ഡെവലപ്മെന്റൽ എക്കോസിസ്റ്റമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ഡോക്ടർ തരൂർ പറയുന്ന എല്ലാം ശരിയാണെങ്കിൽ രേണു, കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് ജയിക്കേണ്ടത് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനല്ലേ? പന്ന്യൻ രവീന്ദ്രനല്ലേ ജയിക്കേണ്ടത്? അവിടെ ജയിച്ചത് ഡോക്ടർ തരൂരാണ്. അവിടെ മാത്രമല്ല, ഡോക്ടർ തരൂർ അടക്കം 10 സ്ഥാനാർത്ഥികൾ, 20ൽ 10 സ്ഥാനാർത്ഥികൾ UDFന്റെ ജയിച്ചത് 1 ലക്ഷം വോട്ടിനാ. കേരളത്തിന്റെ ചരിത്രത്തിലില്ല. അത്രമാത്രം ആന്റി ഇൻകൺവൻസി സംസ്ഥാന സർക്കാരിനെതിരെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇനി തരൂർ പറയുന്നതിനെ എല്ലാം പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസത്തിൽ എടുത്താൽ തിരുവനന്തപുരത്ത് സ്വാഭാവികമായി 3ാം സ്ഥാനത്തല്ല 1ാം സ്ഥാനത്ത് പന്ന്യൻ ജയിക്കണം. തരൂരിന് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ വോട്ട് അവിടെ പോൾ ചെയ്യപ്പെടണ്ടേ? അത് പോൾ ചെയ്യപ്പെട്ടില്ല. അപ്പൊ നോക്കൂ, ആന്തൂർ സാജൻ അവിടെ ഉണ്ട്. ആന്തൂർ സാജൻ തൊട്ട് തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലെ വ്യക്തി മുതൽ എത്രയോ പേർ ഇവരുടെ ചുമപ്പൻ നാടയിൽ കുരുങ്ങി ഒടുക്കം ആത്മഹത്യ ചെയ്യേണ്ടി വന്നൊരു എക്കോസിസ്റ്റം. ആ എക്കോസിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത് 2 മിനിറ്റിൽ ബിസിനസ് തുടങ്ങാമെന്ന്. പിന്നെ മന്ത്രി പറയുന്നത് എന്താ? 3 ലക്ഷം തൊഴിലവസരങ്ങൾ, 3 ലക്ഷം വ്യവസായങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചില്ലേ, ഒരു നിയോജകമണ്ഡലത്തിൽ 2000 പുതിയ വ്യവസായശാലകൾ വരണ്ടേ? എന്റെ നിയോജകമണ്ഡലം പൂഞ്ഞ, അങ്ങയുടെ നിയോജകമണ്ഡലം ഏതാണെന്ന് എനിക്കറിയില്ല. എന്റെ നിയോജകമണ്ഡലത്തിൽ ഏതായാലും 2000 പോയിട്ട് 200 വ്യവസായങ്ങൾ 3 വർഷത്തിനിടയിലല്ല, പിണറായി വിജയന്റെ 8 വർഷത്തിനിടയിൽ തുടങ്ങിയിട്ടില്ല, പൂട്ടിപ്പോയതല്ലാതെ. അപ്പൊ അതെവിടെയാണ് എന്ന് കാണിക്കണ്ടേ? ഒരു പെട്ടിക്കട തുടങ്ങിയാൽ ആരെങ്കിലും കുന്തുവണ്ടിയിൽ കുറച്ച് 5 രൂപ കടി വിറ്റാൽ അതും കൂടെ ഞങ്ങളുടെ അക്കൗണ്ടിൽ എഴുതിക്കോളൂ എന്ന് പറയുന്നത് മോദി ഭരണകൂടത്തിന്റെ നിലപാടല്ലേ? അങ്ങനെയാണെങ്കിൽ മന്ത്രി ഒരു കാര്യം കൂടി അംഗീകരിക്കണം. മോദി ഈ മുദ്രാ ലോൺ കൊടുത്തിട്ടാണെന്നെങ്കിലും പറയാം. മുദ്രാ ലോൺ കൊടുത്ത് തുറക്കുന്ന എല്ലാ വ്യവസായങ്ങളും
ആ വ്യവസായങ്ങളുടെ കീഴിൽ വരുന്ന തൊഴിലുകളും കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചാണ് എന്നൊരു ഡേറ്റ വെക്കുമ്പോൾ ഇതേ ഇടതുപക്ഷം ഞങ്ങളോടൊപ്പം ചേർന്ന് എതിർക്കുകയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത KSIFT എന്ന് പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വ്യവസായങ്ങളും സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തി കൊടുത്തതാണ്. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ A. സമ്പത്ത്, ഇവിടെ ഈ ലേഖനത്തിൽ ആദ്യ ഭാഗത്ത് നമ്മുടെ കേരളത്തിന്റെ മുൻ അവസ്ഥ എന്താണെന്ന് പറയുന്നു, അതിനുശേഷം ഇപ്പോഴത്തെ ഈ നേട്ടം എടുത്തു പറഞ്ഞുള്ള പ്രശംസ, അതിനുശേഷം അവസാന ഭാഗങ്ങളിൽ ക്യാപിറ്റലിസം ആണ് എല്ലാത്തിനും പരിഹാരം എന്നത് തിരിച്ചറിഞ്ഞു ബംഗാളിലെ പോലെ CPM ഇവിടെ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിരുന്നാൽ നിങ്ങളുടെ നിലപാട് മാറരുത് എന്ന ഉപദേശമുണ്ട്. മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ഒരു വ്യക്തിയുടെ പ്രശംസ മാത്രം എടുത്തിട്ട് മറ്റു കാര്യങ്ങളോട് ഒരു നിസ്സംഗത പുലർത്തുക എന്നത് നീതീകരിക്കാൻ കഴിയുന്നതാണോ? അതെ അതെ. എനിക്കൊരു 4 മിനിറ്റ് രേണു, ഒരു 4 മിനിറ്റ് എനിക്ക് ഒന്ന് ദയവായി നൽകാൻ അഭ്യർത്ഥന. ഞാൻ രാഷ്ട്രീയമായ ഏതെങ്കിലും തർക്കത്തിലേക്കല്ല, ഞാൻ അങ്ങനെ അതിലേക്ക് ഇത് മാത്രമായി ഇത് ചുരുക്കിപ്പോകരുതെന്നുള്ള അഭ്യർത്ഥനയോടുകൂടിയാണ് ഞാൻ താങ്കളുടെ മുന്നിലിരിക്കുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതായ വിഷയം തിരുവനന്തപുരത്തു നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ യൂണിയൻ സഹമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ശശി തരൂർ, ഡോക്ടർ ശശി തരൂർ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ പേജിൽ ഇന്നലെ അച്ചടിച്ചു വന്നതായ ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ആണല്ലോ. ആ ലേഖനത്തിന്റെ അതിന്റെ തലക്കെട്ട് ചേഞ്ചിങ് കേരള എന്ന്, ലംബറിംഗ് ജംബോ ടു എ ലിറ്റിൽ ടൈഗർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നല്ല ആംഗലേയ ഭാഷയിൽ അതിൽ തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അത് അദ്ദേഹമല്ല അതിന്റെ എഡിറ്റോറിയൽ കൈകാര്യം ചെയ്യുന്നവരാണ്. കേരള ഈസ് ബിഗിനിങ് ടു സ്റ്റാൻഡ് ഔട്ട് ആസ് എ മോഡൽ ഓഫ് എക്കണോമിക് ഇന്നോവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഇറ്റ് ജസ്റ്റ് നീഡ്സ് ടു അപ്ഡേറ്റ് ഇറ്റ്സ് ലോസ് റെഗുലേഷൻസ് ആൻഡ് സ്ട്രീംലൈൻ ഗവൺമെന്റ് പ്രോസസ് എന്ന് പറയുന്നു. അവർക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട്. എഡിറ്റോറിയൽ പേജിൽ ഇത് മാത്രമല്ല ലേഖനം, രേണുവിന്റെ കയ്യിൽ ഇതുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ പലരുടെയും കയ്യിലേക്ക് വന്നിട്ടുള്ളത് ഇത് വാട്സാപ്പിലൊക്കെ വന്നിട്ടുള്ളതിൽ ആ ലേഖനം ഡോക്ടർ ശശി തരൂറിന്റെ മാത്രമേ വന്നിട്ടുള്ളൂ. വളരെ കൗതുകകരമാണ്. വലത്തെ അറ്റത്ത് മൈക്കൽ ജോർഡന്റേതായിട്ടുള്ള ഒരു കോട്ടുണ്ട്, ടാലന്റ് വിൻസ് ഗെയിംസ് ബട്ട് ടീം വർക്ക് ആൻഡ് ഇന്റലിജൻസ് വിൻസ് ചാമ്പ്യൻഷിപ്സ് എന്നാണ്. തീരുന്നില്ല. എന്താണ് എഡിറ്റോറിയൽ എന്നുള്ളത് കൂടി നോക്കൂ. ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ, ഇവിടെ ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ മാത്രം വെച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഞാൻ രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ നിരവധി നിലപാടുകളോട് എനിക്ക് വിയോജിപ്പുണ്ട്, മുമ്പുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അത് തുടർന്ന് അങ്ങനെ ആവണോ വേണ്ടോ എന്നുള്ളത് അദ്ദേഹം നിലപാടുകൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയലാണ്. നോക്കൂ, ആ എഡിറ്റോറിയൽ എന്താ പറയുന്നത്? ഈ പത്രമാണ് പറയുന്നത്. Southern states tip GDP scales. Center must buy UP financial assistance. ഇതിൽ പറയുകയാണ് ആന്ധ്രാപ്രദേശിനെ കുറിച്ച്, തമിഴ്നാടിനെ കുറിച്ച്, കർണാടകത്തെക്കുറിച്ച്, കേരളത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഈ പത്രം തന്നെ പറയുകയാണ്. കേരളത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. ഇത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കുള്ള സമയം കുറവാണല്ലോ. ഇതില് കേരളത്തെക്കുറിച്ച് പറയുകയാണ്. When it comes to social contributions, Kerala ranks high. Its literacy rate is 96.2% and life expectancy is 72.5 years, above the national average of 69.4 years. Among others, the South's public health care systems and robust education policies have set benchmarks. What is also reassuring is the increasing participation of women in the workforce. പറയുന്നത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്, ഡോക്ടർ ശശി തരൂരല്ല. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഡോക്ടർ ശശി തരൂർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ചങ്ങാതിമാർക്ക് ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. കാരണം കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ടും കേരളത്തിൽ ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് ആണ് എന്നുള്ളതും മുൻ പാർലമെന്റ് അംഗം കൂടിയായ P. രാജീവാണ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം വരാം. അതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ്, അവരത് പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ ഈ രണ്ടു കൂട്ടരുടെയും, ആരുടെ, ഡോക്ടർ ശശി തരൂരിന്റെയും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ എതിർക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, അവരുടെ തന്നെ നേതാവായിട്ടുള്ള ഇന്നത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഒന്നിലേറെ തവണ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ കൂടി ഒന്ന് കാണുകയും കേൾക്കുകയും അച്ചടിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ അത് ലോക്സഭയുടെ സൈറ്റിൽ നിന്ന് അത് കിട്ടുന്നതാണ്.
അദ്ദേഹം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച്, കേരളത്തിലെ പാലിയേറ്റീവ് കെയർ രംഗത്തെക്കുറിച്ച്, കേരളത്തിലെ കൃഷിക്കാരെക്കുറിച്ച്, ഈ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ 2021 ആഗസ്റ്റ് 17 മാത്രമല്ല, 2023 നവംബർ 29 മാത്രമല്ല, ഇങ്ങനെ നിരവധി തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെയും അടച്ചാക്ഷേപിക്കുകയും അതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് അത് LDF ഗവൺമെന്റ് കാലത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പറഞ്ഞത് എന്താണെന്നും കേരളത്തിലെ ജനങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ തരൂരിന്റെ വാക്കുകളാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയുന്നത് തരൂരിന്റെ പുകഴ്ത്തൽ ഇന്ന് മുഖ്യമന്ത്രി മുതൽ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ വിമർശനങ്ങളെയും അദ്ദേഹം കാണിച്ച നിർദ്ദേശങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ചില ഇറേഴ്സ് കൂടി ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിന്റെ അത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഞാൻ പറയുകയാണ്, ഒന്ന്, ഏഷ്യയിലെ ആദ്യത്തെ, അതെ, ഫാക്ച്വൽ എററാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ, ഈ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ഏഷ്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമാകുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ അത് സ്ഥാപിതമാകുമ്പോൾ അന്ന് അത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം എന്നുള്ളത് അന്ന് ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ആ കഴക്കൂട്ടം ലോക്സഭാ മണ്ഡലത്തിൽ അത്തരത്തിൽ അത് സ്ഥാപിക്കുന്നത് അന്ന് സഖാവ് VK നായനാർ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഇത് വ്യവസായ വകുപ്പിന്റെ കീഴിലായിരിക്കുമ്പോൾ സഖാവ് KR ഗൗരിയമ്മ ആ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ്. ഇത് ഏറ്റവും പുതിയ രൂപമായി ടെക്നോ ഫേസിന്റെ അതിന്റെ ഫേസ് 4 എന്നുള്ളത് അതിന്റേതായിട്ടുള്ള നിർമ്മാണോദ്ഘാടനം നടത്തുന്ന ശ്രീ രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. ഞാൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയായിരിക്കുമ്പോൾ സഖാവ് പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് അത് പൂർത്തിയാക്കുന്നതും അതേ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെയാണ്. 2021 ഫെബ്രുവരി 4 കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാനീ പറഞ്ഞത് ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ LDF ഗവൺമെന്റ് എടുത്തിട്ടുള്ള നായനാരുടെ ഗവൺമെന്റിന്റെ കാലത്ത്, അതിനുശേഷം പിന്നീട് അത് കഴിഞ്ഞ സഖാവ് VSന്റെ ഗവൺമെന്റിന്റെ കാലത്ത്, പിന്നീട് സഖാവ് പിണറായിയുടെ ഗവൺമെന്റ് കാലത്ത് ഒക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രത്യേകിച്ചും IT മേഖലയിൽ അത്തരത്തിൽ കടന്നുവരുന്ന യുവതി യുവാക്കൾക്ക് ഇത്തരത്തിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നതും പുതിയ സ്ഥാപനങ്ങൾ കടന്നുവരുന്നതും ഒക്കെയായ കാര്യങ്ങൾ. ഇനി ഡോക്ടർ ശശി തരൂർ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ എഴുത്തിലൊക്കെ തന്നെ ഒരുപാട് ഇടതുപക്ഷ വിരുദ്ധതയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ. അതിപ്പോ ഈ പൊതുമുതൽ അത്തരത്തിൽ സ്വകാര്യവൽക്കരിക്കുന്നതിന് ഞാനെതിരാണ്, ഞങ്ങളെതിരാണ്. ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിലോ പാർട്ടി എന്നുള്ള നിലയിലോ മാത്രമല്ല, വ്യക്തിപരമായും ഞാൻ ഈ കാര്യത്തിൽ പൊതുമുതൽ അത്തരത്തിൽ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരാണ്. ആ നയം തുടങ്ങി വെച്ചത് അദ്ദേഹത്തിന്റെ കൂടി നേതാവായിരുന്നു. അന്ന് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും PV നരസിംഹറാവുവിന്റെ കാലത്താണ് അത്തരത്തിൽ വന്നിട്ടുള്ളത്. ഗ്ലോബലൈസേഷന്റെ പേരിൽ അങ്ങനെ ലിബറലൈസേഷൻ, അത് അനിയന്ത്രിതമായ പ്രൈവറ്റൈസേഷൻ എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ അത് ഇന്റർനാഷണൽ ഫിനാൻസിന്റേതായ ഒഴുക്ക് മാത്രമാണ് നടക്കുക. അവിടെ മൂലധനമല്ലാതെ മനുഷ്യൻ അത്തരത്തിൽ അതിർത്തി കടന്നു പോകാനും പണിയെടുക്കാനും കഴിയാത്തതായ ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്നത്തെ നയം എന്നുള്ളത് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ്. എന്താണ്, വയനാട് ദുരന്ത ബാധിതർക്ക് അവർക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹമായിട്ടുള്ള അത്തരത്തിലുള്ള വിഹിതം നൽകുകയോ അവരെ സഹായിക്കുകയോ ചെയ്യാതിരിക്കുകയും പകരം ഇവിടെ വായ്പ നൽകാം എന്ന് പറയുകയും ആ വായ്പ ഇത്ര ദിവസത്തിനുള്ളിൽ വിനിയോഗിച്ചുകൊള്ളണം എന്ന് പറയുകയും ചെയ്യുന്നതായിട്ട്. അല്ല, ഇതിനിടയിൽ ആരാ ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ വല്ലാതെ അസഹിഷ്ണുത ചില ആളുകൾക്ക് അത്തരത്തിൽ സ്വയാർജിതമായിട്ടുള്ള ചില പ്രത്യേകതകൾ അത്തരത്തിൽ ഉണ്ടെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്റെ സമയം അധികരിക്കുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞു തീർന്നോട്ടെ. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഡോക്ടർ ശശി തരൂർ പറഞ്ഞ ഈ കാര്യത്തെ സംബന്ധിച്ച് മാത്രമല്ല, രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്തരം കാര്യങ്ങൾ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കേരളത്തിന് അടച്ചാക്ഷേപിക്കുന്ന വല്ലാതെ അത്തരത്തിൽ ആഹ്ലാദം വന്നാൽ അതിന്റെ അർത്ഥം എന്നുള്ളത് മന്ത്രവാദം പഠിച്ചാൽ ആദ്യം അമ്മയെ ഓടുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. ശരി വസന്ത്, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവരെ സംസാരിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ആർക്കും ഒന്നും വ്യക്തമാകില്ല എന്നുള്ള സാഹചര്യം എല്ലാ ചാനലും ചർച്ചയിലും പങ്കെടുക്കുന്ന താങ്കൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ബിജി വിഷ്ണു, ഇവിടിപ്പോൾ കേരളത്തെ പ്രശംസിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും തരൂർ പ്രശംസിച്ചിരുന്നു. അതിനുശേഷം കേരളത്തോട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ
പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടതിൽ കുറച്ച് ഡിഫൻസ് അദ്ദേഹം വെക്കുന്നുണ്ട്. ഞാനൊരു ഭാരതീയൻ എന്ന നിലയിൽ സംസാരിക്കുന്നു, നാഷണൽ ഇൻട്രസ്റ്റ് ആണ് പ്രധാനം, അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു. ഇനി ഫോറിൻ സെക്രട്ടറി ഒക്കെ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്താണ് നോക്കാം. അദ്ദേഹം വിലങ്ങ് വെച്ച് ഇന്ത്യക്കാരെ കൊണ്ടുവന്നതിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് എന്നൊക്കെ അദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറയുന്നതാണ് നമ്മൾ അവസാനം കേട്ടത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിലപാടിൽ കുറച്ച് അയവ് വന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാം. നിങ്ങൾ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ പറഞ്ഞ നിലപാട് അംഗീകരിക്കുമ്പോൾ തന്നെ ഇവിടെ കേരളത്തെക്കുറിച്ച് പറഞ്ഞതും അംഗീകരിക്കുകയാണോ? ഭാരതത്തിൻ്റെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എടുക്കുന്ന വിദേശ തീരുമാനങ്ങളെല്ലാം തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായ നാൾ മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കം ശശി തരൂരിന് മാത്രമല്ല ഈ രാജ്യത്തെ മറ്റേത് പൗരന്മാർക്കും ഇല്ല എന്നുള്ള കാര്യം നിസ്സംശയം വ്യക്തമാണ്. കാരണം അദ്ദേഹം വളരെ വ്യക്തമായി ഈ കൂടിയാലോചനകൾ നടത്തിയാണ് എല്ലാ രാജ്യങ്ങളുമായി, അത് കേവലം അമേരിക്കയുമായി മാത്രമല്ല ഒരേ സമയം അമേരിക്കയുമായും റഷ്യയുമായും ഒക്കെ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് അധികാരികൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്ര വൈദഗ്ധ്യത്തോടെ നയതന്ത്രത്തോടെയാണ് അദ്ദേഹം നമ്മുടെ വിദേശകാര്യ നയം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ആകെ ഇവിടെ വ്യത്യാസമുള്ളത് ചില കമ്മി സുഡാപ്പികൾക്ക് മാത്രമാണ്. അപ്പോൾ അവരെയൊന്നും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ കോൺഗ്രസിനെ പോലുള്ള രാഹുൽ ഗാന്ധിയെ പോലുള്ളവർക്ക് രാജ്യത്തിന് പുറത്തു പോയി രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർക്ക് മാത്രമേ ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളൂ. ബാക്കി അല്ലാതെ വിദേശകാര്യ വിദഗ്ധന്മാർക്കോ അന്താരാഷ്ട്ര രാഷ്ട്രീയങ്ങൾ മനസ്സിലാക്കുന്നവർക്കോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിന്റെ കാര്യം വസ്തുതകൾ നിരത്തിയാണ് തരൂർ പറയുന്നതെങ്കിൽ പോലും പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി നടത്തിയ സന്ദർശനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ ഈ മോശം പ്രവണത, ഈ മോശം സമീപനത്തെ കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം എന്ന അസംഷനിൽ നിന്നുകൊണ്ടാണ് മോദിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതിന് വസ്തുതകളില്ല, നമ്മൾ പുറത്തൊന്നും കേട്ടിട്ടില്ല, ഒരു പരാമർശം പോലും ആ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇല്ല, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ രാജ്യത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യം കൃത്യമായി കേന്ദ്ര സർക്കാർ പറയുന്നു. അത് ശശി തരൂർ മാത്രമല്ലല്ലോ, വിദേശകാര്യ വിദഗ്ധന്മാരായ TP ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും അക്കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. കേരളത്തിൻ്റെ കാര്യം എന്താണ്? കേരളത്തിലെ വ്യവസായങ്ങൾക്ക് കേരളം ഒരു ശവപ്പറമ്പ് തന്നെയാണ്. അക്കാര്യത്തിൽ എവിടെയാണ് എതിരഭിപ്രായമുള്ളത്? കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യവസായിക്ക് സമാധാനത്തോടുകൂടി കേരളത്തിൽ വ്യവസായം നടത്താൻ കഴിയില്ല. ഇടതുപക്ഷക്കാർക്കല്ലാതെ മറ്റൊരാൾക്ക് പോലും കേരളത്തിൽ വ്യവസായങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയ ദിവസം മുതൽ, ഞാൻ ഇനി ഓരോ കാര്യങ്ങളായി എണ്ണി സമയം കളയാനില്ല. പക്ഷേ അതിലെന്താണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ നിലപാടിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ ശശി തരൂർ ഇപ്പോൾ 4ാമത്തെ തവണയാണ് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 10 തവണ കോൺഗ്രസ് അധികാരത്തിലിരുന്ന വർഷം അദ്ദേഹം മന്ത്രിയായിരുന്ന ശശി തരൂർ ഇപ്പോൾ കേവലം ഒരു MP മാത്രമായി ഡൽഹിയിൽ ഒതുങ്ങിക്കൂടുകയാണ്. കോൺഗ്രസിന് തന്നെ വളരെ കുറേ കാലങ്ങളായി ശശി തരൂർ ഒരു വലിയ ബാധ്യതയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിൻ്റെ അമ്മയും പെങ്ങളും സുഭദ്രയും മാത്രമുള്ള ആ കമ്മിറ്റിയിലേക്കൊക്കെ ശശി തരൂർ മത്സരിക്കപ്പെട്ട നാൾ മുതൽ അദ്ദേഹം കോൺഗ്രസിൽ ഒരു ഒതുക്കപ്പെട്ട മുഖം തന്നെയാണെന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പരസ്യമായി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരു കോൺഗ്രസ് നേതാവായി ശശി തരൂർ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇപ്പോൾ CPM-നെ പുകഴ്ത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് കേരളത്തിൽ ശശി തരൂർ തുടക്കം ഞാൻ പൂർത്തിയാക്കട്ടെ തുടക്കം കുറിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ നോക്കി പറഞ്ഞതുപോലെ ആയിരിക്കുമോ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ കുറിച്ചും തരൂർ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കട്ടെ. അതുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും ശശി തരൂരിനെ വിമർശിക്കുന്ന ഇടതുപക്ഷത്തിന് കേരളത്തിൽ MV ഗോവിന്ദൻ മാഷടക്കം ഇന്ന് ശശി തരൂർ ഒരു പുണ്യാത്മാവായി മാറിയിരിക്കുകയാണ്, ഒരു വിശുദ്ധനായി മാറിയിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട്. ആ വിശുദ്ധന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ CPM ആഗ്രഹിക്കുന്ന, ഈ ചിലപ്പോഴൊക്കെ CPM ആഗ്രഹിക്കും ഈ വിവരവും വിദ്യാഭ്യാസമുള്ള ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ ഒന്ന് ഇരുന്നോട്ടെ എന്നായിരിക്കും. അത് അവരുടെ രാഷ്ട്രീയം ഒന്നും അവർക്ക് ഞങ്ങൾക്ക് ലോകമറിയുന്ന ശശി തരൂരിന്റെ അറിവിനെയോ വിദ്യാഭ്യാസത്തെയോ ഒന്നും ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. അദ്ദേഹത്തോടുള്ള പൂർണ്ണമായ അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയുള്ള ബഹുമാനം പുരസ്കാരം നിർത്തിക്കൊണ്ട് പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിയിൽ വിദേശകാര്യങ്ങൾ നിശ്ചയിക്കുവാനും നിലപാടെടുക്കുവാനൊക്കെ പ്രാപ്തരായ ഒത്തിരി ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന് 3ാം തവണയും വിജയിക്കുവാനും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ഒരു കാലഘട്ടം
ആളുകളെ മാറ്റി നിർത്തി യുവാക്കൾക്ക് കൂടുതൽ അവസരം കൊടുത്തുകൊണ്ടല്ലേ അവരുടെ മന്ത്രിസഭാ രൂപീകരണം മുഴുവൻ വിദേശ നയങ്ങളിൽ റഷ്യൻ ചേരിയിൽ നിന്ന് നമ്മുടെ രാജ്യം ഇന്ന് റഷ്യയോട് മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, അത് അറബ് രാജ്യങ്ങളോടായാലും യൂറോപ്യൻ രാജ്യങ്ങളോടായാലും അമേരിക്കയുടെ അടക്കം ഒരുപോലുള്ള പിന്തുണകൾ നൽകിക്കൊണ്ട് ലോകത്തിലെ ഒരു വലിയ ശക്തിയായി മാറിയത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലമാണ്. ഒരു റോളുമില്ലാതെ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഞങ്ങളുടെ വിദേശ ശ്രീ ശ്രീകുമാർ മനയിൽ ഇതാദ്യമായിട്ടല്ല ശശി തരൂർ തന്റെ അഭിപ്രായം പറയുന്നത്. ഈ അഭിപ്രായം പറയുന്നതിൽ എപ്പോഴും ഈ സംശയ നിഴലിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ള ആളാണ് താനെന്ന് പറഞ്ഞു പോലും ശശി തരൂർ ഇതിനു മുൻപ് ലേഖനം എഴുതിയിട്ടുണ്ട്. കേരളയിൽ സമയത്ത് എല്ലാവരും ഒപ്പിട്ടപ്പോ തരൂർ ഒപ്പിട്ടിരുന്നില്ല. ലുലു മാളിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് പ്രശംസിച്ചത് കേരളം കണ്ടതാണ്. അന്നൊക്കെ വിശദീകരണം പറയേണ്ടി വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനം, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശരിയായ രാഷ്ട്രീയമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ആ രാഷ്ട്രീയത്തിന്റെ തുടർച്ച അതാണോ ഇന്നുണ്ടായിട്ടുള്ളത്, അതോ അതിനപ്പുറം എന്തെങ്കിലും മാനം തരൂരിന്റെ വാക്കുകളിൽ കാണേണ്ടതുണ്ടോ? ഇത് എനിക്ക് ഇന്നത്തെ സംഭവ വികാസങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് തരൂർ 2009 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കാം, വ്യക്തമാണ്. ഹലോ, വ്യക്തമായി കേൾക്കാം. 2009 തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ കേരളത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹം എന്ത് നിലപാടാണോ, എന്ത് പൊളിറ്റിക്കൽ തിങ്കിങ് ആണോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യസ്തമല്ലാത്ത നിലപാടാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ളൂ. ഒന്നാമത് അദ്ദേഹം ഒരു സമ്പൂർണ്ണമായ രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തുന്നത് ഒരു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് അന്ന് വലിയൊരു പ്രശ്നങ്ങൾക്കും വലിയ പ്രകടനങ്ങൾക്കും അത്തരം പ്രശ്നങ്ങൾക്കും എല്ലാം കാരണമാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. ശക്തിയായ എതിർപ്പ് കേരളത്തിലെ അന്നത്തെ KPCC നേതൃത്വം അതിശക്തിയായ എതിർപ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും, പക്ഷേ തരൂർ മത്സരിക്കുമ്പോൾ ഞങ്ങൾ 3 മാസം മുമ്പേ പറഞ്ഞതല്ലേ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും അമർച്ച ചെയ്യുന്നില്ല എന്ന സോണിയാഗാന്ധിയുടെ ശക്തമായ ചോദ്യത്തിന് മുന്നിലാണ് പിന്നെ അന്നത്തെ KPCC നേതൃത്വമൊക്കെ ഒന്ന് ഒതുങ്ങിയത്. ശശി തരൂർ ഒരിക്കലും കോൺഗ്രസ് രാഷ്ട്രീയക്കാരനെ ആയിരുന്നില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു. കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതും മന്ത്രിയായതും ഇപ്പോൾ അവസാനം ഈ 2024 തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെല്ലാം ശരി തന്നെയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലെത്താൻ ഏറ്റവും മികച്ച മാർഗം അദ്ദേഹത്തിന് കോൺഗ്രസിൽ ചേരുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസിനെ നിയമസഭയിൽ 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കണമെന്നുള്ള യാതൊരു ബാധ്യതയും ഉള്ള ആളല്ല ശശി തരൂർ. 2029 രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കണമെന്നുള്ള ബാധ്യതയും ശശി തരൂരിനില്ല. ഇത് വ്യക്തമായിട്ട് അറിയാവുന്നത് കോൺഗ്രസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളിൽ, അദ്ദേഹത്തിൻ്റെ വേ ഓഫ് തിങ്കിങ്ങിൽ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന പോലെ, നമ്മൾ കാണുന്ന പോലെ ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനാകാൻ ശശി തരൂർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം ആ വഴി പോയിട്ടുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ പറയുന്ന ഗ്ലോബൽ സിറ്റിസൺ എന്നൊക്കെ പറയുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി തനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കോൺഗ്രസിൽ നിന്നുകൊണ്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. അത് അദ്ദേഹത്തിന് മനസ്സിലായത് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ മാത്രമാണ്. കാരണം അന്ന് കേരളത്തിൽ നിന്ന് മാത്രമാണ് അദ്ദേഹത്തിന് കാര്യമായി വോട്ട് കിട്ടിയത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് കാര്യമായി വോട്ട് കിട്ടിയില്ല. അതായിരുന്നു സത്യം. അപ്പോൾ ഹിന്ദി ബെൽറ്റിലോ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ ശശി തരൂർ എന്ന് പറയുന്നത് അത്ര ത്രസിപ്പിക്കുന്ന ഒരു പേരൊന്നുമല്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരം കേരളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇനി പാർലമെന്റിലേക്ക് പോകാനുള്ള സാധ്യതകളോ താല്പര്യങ്ങളോ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഒരു റീ ഓറിയന്റേഷനിലേക്ക് പോവുകയാണ്. ആ റീ ഓറിയന്റേഷനിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് മാത്രമല്ല, ഇതിന് മുമ്പ് എനിക്ക് 2 വർഷം മുമ്പ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സ്വയം അവതരിപ്പിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലൊക്കെ പോയി സ്വീകരണം ഏറ്റുവാങ്ങി. അത് കോൺഗ്രസിൽ വലിയൊരു പ്രതിവാദത്തിന് വഴിയൊരുക്കി നമുക്കറിയാം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൽ ചില അവസാനത്തെ കളികൾ കളിക്കുകയാണ്. അദ്ദേഹം ഇനി എനിക്ക് തോന്നുന്നത് ശശി തരൂർ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൽ നിന്ന് പതിയെ പുറത്തേക്ക് പോവാണ്. അദ്ദേഹത്തിൻ്റെ വാതിലുകൾ കോൺഗ്രസിന് പുറത്തേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ആ വാതിലിലൂടെ അദ്ദേഹം പതിയെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ എവിടെ നിന്നൊക്കെ പിന്തുണ വേണം, എവിടെയൊക്കെ അറ്റാച്ച് ചെയ്യപ്പെടണം, എവിടെയൊക്കെ തനിക്ക് ഓറിയൻറ്റേഷൻ ഉണ്ടാവണം എന്നുള്ള കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിൽ മോഡിയെ അദ്ദേഹം പ്രകീർത്തിക്കുമ്പോൾ കേരളത്തിൽ പിണറായി പ്രകീർത്തിക്കുന്നത്.
ശരി. അപ്പോൾ ശശി തരൂർ കോൺഗ്രസിന്റെ പുറത്തേക്ക് പോകാനുള്ള അല്ലെങ്കിൽ വെളിയിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്തു വെച്ച് എല്ലാ തയ്യാറെടുപ്പിലുമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ അപ്പോൾ ആ ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ള ഇമേജ് എപ്പോഴും അദ്ദേഹത്തിന് കീപ്പ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം ആര് ചെയ്താലും നല്ലതെന്ന് പറയും. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെങ്കിൽ അത് അങ്ങനെയാണെന്ന് പറയും. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും എനിക്ക് പ്രശ്നമില്ല. ഡൽഹിയിൽ മോഡി ചെയ്താലും നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്ന് പറയും. രാഹുൽ ഗാന്ധി ചെയ്താലും അത് നല്ല. പക്ഷെ അങ്ങനെ ഒരു നരേഷൻ അദ്ദേഹം ഉണ്ടാക്കുന്നത് അദ്ദേഹം കോൺഗ്രസിന് വെളിയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് അദ്ദേഹം വളരെ ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം ഈ നിലപാട് എടുക്കുമ്പോൾ മറ്റൊരു പലരും മത്സരിക്കാനില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പറഞ്ഞതാണ്. കേരളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന സൂചനകൾ നേരത്തെ നൽകിയതാണ്. അദ്ദേഹം പുതിയ മാർഗങ്ങൾ തേടുന്നു എന്ന സൂചനയാണ് മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ മനയിൽ നൽകുന്നത്. അതിൽ നമുക്ക് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക 1-ാം നമ്പർ ടെന്നീസ് താരം യാനിക് സിന്നറിന് വിലക്ക്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതോടെയാണ് ഇറ്റാലിയൻ ടെന്നീസ് താരത്തിന് 3 മാസം വിലക്ക് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി നടത്തിയ 2 ടെസ്റ്റുകളിൽ സിന്നർ പരാജയപ്പെട്ടിരുന്നു. ഫെബ്രുവരി 9 മുതൽ മെയ് 4-ാം തീയതി വരെയായിരിക്കും സിന്നറുടെ വിലക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വിദേശ വനിത കടലിൽ തിരയിൽപ്പെട്ട് മരിച്ചു. US സ്വദേശി ബ്രിജിറ്റ് ഷാർലറ്റ് ആണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1:45 സംഭവം. ആഴിമലയിലെ സ്വകാര്യ റിസോർട്ടിന് സമീപം കടലിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. ആശാ വർക്കർമാർ സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയം. സമരം തുടരും. ആരോഗ്യ വകുപ്പ് പറയുന്ന സമയത്ത് ജോലിയിൽ നിന്ന് വെറുതെ പിരിഞ്ഞു പോകാനാകില്ല. വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിംഗിൽ പ്രതികൾക്കെതിരെ നടപടി. 5 പേരുടെയും തുടർ പഠനം തടയാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ പരാതിക്കാരായ മറ്റു വിദ്യാർത്ഥികളെ സാക്ഷികളാക്കാൻ തീരുമാനം. മുഴുവൻ പേരുടെയും മൊഴി എടുത്തതിനാൽ കൂടുതൽ പ്രതികളില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്യാനും ഹൗസ് കീപ്പറെ പിരിച്ചുവിടാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. കോട്ടയം നഴ്സിംഗ് കോളേജിലെ സംഭവത്തിന് പിന്നിൽ SFIക്ക് ഒരു പങ്കുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവിടെ പ്രവർത്തിക്കുന്നത് മറ്റൊരു സ്വതന്ത്ര സംഘടനയാണ്. പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് കള്ളപ്രചാര വേലയാണെന്നും MV ഗോവിന്ദൻ. മൂന്നാറിൽ പരാക്രമം തുടർന്ന് കാട്ടാന പടയപ്പ. ഓടിക്കൊണ്ടിരുന്ന കാർ ചവിട്ടിമറിച്ചു. വിദേശ സഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ആക്രമിച്ചത്. வணக்கம். சிக்னல் பாயிண்ட் வழி நெட்டிக்குடி சென்ட்ரல் டிவிஷன் போகிற வழிக்கு யானை நிற்குது. ஒற்றை யானை. இது வழி வர்றவங்க ரொம்ப கவனமாக வரணும். ரோட் சைடில் தான் இருக்குது. നെല്ലിയാമ്പതി ചുരം റോഡിൽ പുലി ഇറങ്ങി. വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുന്നിൽ ഏറെ നേരം പുലി നിലയുറപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 6:45 കൂടിയാണ് പുലിയെ ചുരം റോഡിൽ കണ്ടത്. കേരളം മികച്ച വ്യാവസായിക സംസ്ഥാനമെന്ന ശശി തരൂരിന്റെ നിലപാട് തള്ളി BD സതീശൻ. ഏത് സാഹചര്യത്തിലാണ് തരൂർ ലേഖനം എഴുതിയതെന്ന് പാർട്ടി പരിശോധിക്കണം. കേരളത്തിൽ വ്യാവസായിക നിക്ഷേപക സൗഹൃദത്തിന് അനുകൂലമായ അന്തരീക്ഷമല്ലെന്നും സതീശൻ. ശശി തരൂരിന്റെ ലേഖനം പാർട്ടി പരിശോധിക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തെ പുകഴ്ത്തിയ ശശി തരൂരിന്റെ ലേഖനം കണ്ടിട്ടില്ലെന്നും സുധാകരൻ. നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ലിവർ സിറോസിസും അൾസറും അടക്കം ഗോപന് നിരവധി അസുഖങ്ങളുണ്ടെന്ന റിപ്പോർട്ടിൽ ശരീരത്തിൽ കണ്ട വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ വസന്ത്, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ശശി തരൂർ പുതിയ വഴികൾ തേടുന്നു എന്നതാണ് ആ സൂചന. അദ്ദേഹം AICC തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നൽകിയിരുന്നതാണ്. പക്ഷേ പിന്നെയും അതിൽ നിന്നൊക്കെ വിട്ടുപോയി. ഇതിപ്പോൾ നോക്കൂ, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നീങ്ങുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനെ ആകെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ളൊരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ അതിനെ പിന്തുണച്ച് വന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ശബരിനാഥനാണ്. ഒരു പരിധിവരെയെങ്കിലും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. നേരത്തെ
ശശി തരൂർ മത്സരിക്കുന്ന സമയത്തും ശബരിനാഥന്റെ നിലപാട് അദ്ദേഹത്തിന് അനുകൂലമായ നിലയിലായിരുന്നു. KPCC അധ്യക്ഷൻ മാറണ്ട എന്ന് പരസ്യമായി നിലപാടെടുത്ത വ്യക്തിയാണ് ശശി തരൂർ. അപ്പോ അദ്ദേഹം എന്തെങ്കിലും മൂവ് നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? അദ്ദേഹം പാർട്ടി വിടാനുള്ള ഒരു തയ്യാറെടുപ്പിൽ പറയുന്ന പരാമർശങ്ങളാണ് ഇത് എന്നാണോ നിങ്ങളുടെ തോന്നൽ? ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ മോദിയെ പ്രശംസിച്ച് നടത്തിയതിന് എതിരെയൊക്കെ പരാതിയായി തന്നെ സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രേണു, എനിക്ക് അല്പം സമയം തരണം. ഒന്ന് ഡോക്ടർ സമ്പത്തിനും ഒന്ന് അങ്ങയുടെ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. ഒന്ന് അങ്ങയുടെ ചോദ്യം, തരൂർ ക്യാമ്പ് വിടുന്നു എന്ന്. ഈ വാർത്ത ന്യൂസ് 18 തന്നെ എത്രയോ വർഷങ്ങൾക്ക് എത്രയോ ഇടവേളയിൽ എത്രയോ തവണ എയർ ചെയ്തു. തരൂർ ക്യാമ്പ് വിടുന്നു, തരൂർ കോൺഗ്രസ് വിടുന്നു, തരൂരിന്റെ മുന്നേറ്റം എന്താണ്? നോക്ക്, കോൺഗ്രസ് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പിറ്റേ ദിവസം തരൂരിന്റെ വീട്ടിലേക്ക് ആരും ഇനോവയിൽ മാഷ അള്ള എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് ചെല്ലാൻ പോകുന്നില്ല. ആ ധൈര്യം തരൂരിനുണ്ട്, വസന്ത് തെങ്ങുംപള്ളിക്കുണ്ട്. ഏറ്റവും വലിയ പ്രവർത്തകരായ ഞാൻ മുതൽ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെക്ക് വരെ ആ ധൈര്യമുണ്ട്. ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് ആരെയും വിമർശിക്കാം, പാർട്ടിയെ വിമർശിക്കാം, തെറ്റുകളെ വിമർശിക്കാം. ആ വിമർശനം ശരിയാണെങ്കിൽ പാർട്ടി തിരുത്തും, വിമർശനം ശരിയല്ലെങ്കിൽ ശരിയല്ല താങ്കളുടെ വിമർശനം എന്ന് തുറന്നു പറയും. അതുതന്നെയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. വസന്ത്, ഇന്ന് VD സതീശന്റെ പരാമർശം എടുത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ തരൂർ പറഞ്ഞത് ആദ്യം ആർട്ടിക്കിൾ പോയി വായിക്കാനാണ്. സതീശൻ വായിച്ചു കാണത്തില്ല, വായിക്കാനാണ് പറഞ്ഞത്. എന്നോട് ചോദിച്ചിട്ടും ഇല്ല എന്ന് പറഞ്ഞു. അല്ല, അത് നിങ്ങൾ മാധ്യമങ്ങൾ പോയി ചോദിക്കുകയാണല്ലോ. സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇതിനെ പൂർണ്ണമായി തള്ളി പറഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായും അതിനോട് അങ്ങനെയല്ലേ പ്രത്യുത്തരിക്കാം. ആർട്ടിക്കിൾ മുഴുവൻ വായിച്ചാൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ രേണുവിനോട് പറഞ്ഞത് ആർട്ടിക്കിൾ മുഴുവൻ വായിക്കണം. മുഴുവൻ വായിക്കുമ്പോൾ CPM-നെതിരെ നിശിതമായ കൂരമ്പുകളുണ്ട്. അതെന്തേ കാണാതെ പോകുന്നു? അത് VD സതീശൻ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാമല്ലോ. ഇപ്പോൾ താങ്കൾ അത് കണ്ടു, VD സതീശൻ അത് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാമല്ലോ. അദ്ദേഹം പറഞ്ഞത് ആർട്ടിക്കിൾ വായിക്കാതെയാണ് സതീശൻ അഭിപ്രായം പറഞ്ഞതെന്ന നിലയിലാണ് തരൂർ സംസാരിച്ചിരിക്കുന്നത്. അതാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ഒരു വിമർശനത്തോടൊക്കെ ആ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടോ? കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണോ ആ പ്രതികരണം എന്നതാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെതിരെ മാത്രമല്ലെന്നേ ACC പ്രസിഡന്റിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടില്ലേ തരൂർ? ACC പ്രസിഡന്റ് തൊട്ട് ഇവിടെ തരൂരിന്റെ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം തരൂരിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ പോയ ബൂത്ത് പ്രസിഡന്റിനെ വരെ വിമർശിക്കാം ഈ പാർട്ടിയിൽ. അതിലൊന്നും ഒരു അഭിപ്രായ പ്രകടനങ്ങളും ഈ പാർട്ടിയെ സംബന്ധിച്ചില്ല. ഈ പാർട്ടി ഇങ്ങനെ ഒരു പാർട്ടിയാണെന്നേ, അല്ലാതെ CPM-നെ പോലെ BJP-യെ പോലെ വിമർശനമുണ്ടായ പിറ്റേ ദിവസം കത്തിയെടുക്കുന്ന, കടക്കൽ കത്തിവെക്കുന്ന, നാക്കരിയാൻ ഇറങ്ങി പുറപ്പെടുന്ന പാർട്ടിയൊന്നുമില്ല. അതിൽ വിമർശനം ഉണ്ടാവും, ഓപ്പൺ ഡിബേറ്റ്സ് ഉണ്ടാവും. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. എത്രയോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒന്നിച്ചു ചേരുന്ന പാർട്ടിയാണ്. അങ്ങനെ ഉണ്ടാവും. നോക്കൂ രേണു, ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തരൂർ പറയുന്നതെല്ലാം ശരിയായിരുന്നെങ്കിൽ ഡോക്ടർ തരൂർ ആയിരിക്കില്ല തിരുവനന്തപുരത്ത് ജയിക്കുക. ഇടതുപക്ഷത്തിന് ഇത്രമാത്രം സ്വീകാര്യതയും അവരുടെ വികസന പ്രവർത്തനങ്ങൾ ഇത്രമാത്രം കൊട്ടിഘോഷിക്കപ്പെടുന്നതുമാണെങ്കിൽ അത് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈപ്പർ ബോൾ കൃത്യമായി ജനങ്ങളിലേക്ക് ഇടതുപക്ഷത്തിന് കൺവേ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ 12.5 കോടി രൂപയുടെ PR ഏജൻസിയെ വെച്ചിട്ട് പോലും പിണറായി വിജയൻ സർക്കാരിന് അത് കൺവേ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ 3-ാം സ്ഥാനത്തായിരുന്നില്ല പന്ന്യൻ രവീന്ദ്രൻ പോകേണ്ടത്. ഡോക്ടർ തരൂരിനെയും പിന്തള്ളി തിരുവനന്തപുരത്ത് CPI-യുടെ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുമായിരുന്നു. അദ്ദേഹം ജയിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷം ഇവിടെ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ഒരു PR ഏജൻസിയുടെയും സഹായമില്ലാതെ ഈ കേരളത്തിലെ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ ശരിയായ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ജനങ്ങളിലേക്ക് അത് കൺവേ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത് കൊണ്ടാണ് തരൂരടക്കം 10ഓളം സ്ഥാനാർത്ഥികൾ 1 ലക്ഷം വോട്ടിനും ബാക്കി 8 സ്ഥാനാർത്ഥികൾ 50,000-ൽ പരം വോട്ടിനും ജയിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത്. അത് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ തരൂർ അതും പറഞ്ഞു വെക്കുന്നുണ്ട്. അന്ന് അതായിരുന്നു സാഹചര്യമെങ്കിൽ ഇപ്പോൾ ഡേറ്റാസ് കണ്ട് ബോധ്യപ്പെട്ട് പറയുന്ന കാര്യം എന്നതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അന്ന് ഡേറ്റ ഇല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത്. അന്ന് അദ്ദേഹത്തിന് സത്യമെന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഡേറ്റ വന്നപ്പോ അതാണ് തന്റെ നിലപാട് എന്ന് പറയുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ A സമ്പത്ത്, ഇപ്പോൾ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് തരൂർ നേരത്തെ തന്നെ 2024-ൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നോക്കൂ, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്ന തർക്കം കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തന്റെ ഭാവി എങ്ങനെ വേണം എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു മൂവ് ആണോ ശശി തരൂർ നടത്തുന്നത്? അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം നടത്തിയതിനു ശേഷമുള്ള തുറന്നു പറച്ചിലുകളാണോ ഇത്? മുഖ്യമന്ത്രി ഉൾപ്പെടെ രംഗത്തെത്തി അതിനെ ആ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള പരാമർശനങ്ങൾ നടത്തുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണോ? തരൂർ LDF-ലേക്ക് വരുന്നതിന്റെ സൂചനകളാണോ? രേണു, എന്നോടാണല്ലോ ചോദ്യം? അല്ല, ശ്രീ സമ്പത്തിനോടാണ്.
ഞാൻ ഈ ഒരു നമുക്ക് ഇനിയിപ്പോൾ നമ്മളെല്ലാം കൂടി ഒരു 30 മിനിറ്റ് തികച്ചില്ല. ഞാൻ അതിൻ്റെ വേറെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ പരിപ്രേക്ഷ്യത്തിലേക്ക് കടക്കാനായിട്ട് ഞാൻ അങ്ങനെ ഒരു തർക്കത്തിനൊന്നും അല്ല. ഞാൻ രാഷ്ട്രീയം നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാം. അപ്പോൾ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നത്, വ്യവസായം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം, ഈ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ അല്ല ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിന്റെ ചില ഭാഗങ്ങളിലോ അല്ല ഒരുപാട് ഭൂമി തമിഴ്നാടിനുണ്ട്, തെലങ്കാനക്കുണ്ട്, ആന്ധ്രാപ്രദേശിനുണ്ട്, കർണാടകത്തിന്റെയും മഹാരാഷ്ട്രയുടെയും ചില ഭാഗങ്ങളിലുണ്ട്. അതുപോലെ ഈ ഖനവ്യവസായങ്ങളും അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, എല്ലാ കേരളീയർക്കും അറിവുള്ള കാര്യമാണ്. കാരണം ഈ കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 27% തന്നെ വനമാണ്. ആ വനമാണ് എന്ന് പറയുമ്പോൾ പിന്നെ തീരപ്രദേശവും നമുക്കുള്ള ഈ നദികളും അതിന്റെ ഈ ജലാശയങ്ങളും എല്ലാം കഴിഞ്ഞ് നമുക്ക് ജീവിക്കാനും നമുക്ക് ദൈനംദിനം അത്തരത്തിൽ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനെല്ലാം തന്നെയുള്ള അത്തരത്തിൽ ഉപയുക്തമായ ഭൂമി അത് അളവ് വളരെ കുറവാണ്, ഏറ്റവും ജനസാന്ദ്രതയേറിയ ഒരു സംസ്ഥാനം. എന്നാൽ നമ്മുടെ ഈ മാനവശേഷി എന്നുള്ളത്, നമ്മുടെ ആ ഹ്യൂമൻ റിസോഴ്സസ് നന്നായി ഉപയോഗിക്കുക എന്നുള്ളത്, അതിന്റെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്, അതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ നോക്കൂ, വിപ്രോയുടെ യൂണിറ്റ് കേരളത്തിൽ ആരംഭിക്കുന്നതിന് അപേക്ഷ നൽകി. ഈ പറഞ്ഞിട്ടുള്ള ആള് CPM-ന്റെ അനുഭവിയൊന്നുമല്ല. അപേക്ഷ ഓൺലൈനിൽ നൽകി. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ലൈസൻസ് ലഭിച്ചു. MD വിപ്രോ ബ്രാഹ്മിൻസിന്റെ MD ആണിത് പറഞ്ഞത്. ഇതുപോലെ നിരവധി പേര് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം തന്നെ ഒരു സമയത്ത് വന്ന് അദ്ദേഹം അങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നോ എന്ന് BJP നേതാക്കളിൽ തന്നെ പിന്നീട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായി തിരുത്തപ്പെട്ടുവെങ്കിൽ നല്ലത്. സോമാലിയോടല്ലേ ഉപമിച്ചത്, അല്ലേ? സോമാലിയയിലെ ജനങ്ങൾ കടൽക്കൊള്ളക്കാരായി മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ ലോകത്തിലെ US ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ നടത്തിയിട്ടുള്ള ഭീകരമായ കൊള്ളയും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രകൃതി വിഭവങ്ങൾ ലൂട്ട്, അബ്സല്യൂട്ട് ലൂട്ട്, അത്തരത്തിലുള്ള കാര്യം ജനങ്ങളെ തള്ളിവിട്ടതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി തന്നെ, ഞാനിപ്പോൾ ഒരു തീയതി പറയാം, 2023 ഏപ്രിൽ 25 കേരളത്തിൽ 2 ദിവസത്തെ റോഡ് ഷോ, ആ റോഡ് ഷോയുടെ 2ാമത്തെ ദിവസം അദ്ദേഹം കേരളത്തെക്കുറിച്ചും കേരളീയർ നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം പ്രകീർത്തിച്ചു കൊണ്ടുപോകുന്നു. രാഷ്ട്രീയമായി അദ്ദേഹം BJPക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വന്നത് എന്നൊക്കെ ഉള്ളത് വേറൊരു കാര്യം. ഇക്കാര്യത്തിൽ അദ്ദേഹം അപ്പോഴും മാത്രമല്ല പറഞ്ഞത്, അതിനു മുമ്പും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച്. ഇന്ത്യയിൽ ലോക്സഭയിലും രാജ്യസഭയിലും നിരവധി വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളം ഇപ്പോഴും റോൾ മോഡലായി പാർലമെന്ററി രേഖകളിൽ പറയുകയും സാർവദേശീയമായിട്ടുള്ള കോൺക്ലേവുകളിലടക്കം കേരളത്തെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചുള്ളത് അന്ധമായ ഒരു ഈ പിണറായി ഫോബിയ ബാധിച്ചു പോയി എങ്കിൽ അതിലിപ്പോൾ ഒന്നും ചെയ്യാനായിട്ടില്ല. പക്ഷേ ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ നിലപാട് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് അത് പ്രവചിക്കാനോ അങ്ങനെ കാര്യങ്ങൾ പറയാനോ ഞാനാവില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് UDF അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടി, അതുകൊണ്ട് അവർ പറഞ്ഞതാണ് ശരിയെന്നാണെങ്കിൽ 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളാണ്. ഞങ്ങളെല്ലാം അതോടുകൂടി ഒലിച്ചുപോയി എന്നാണ് UDF-ന്റെ നേതാക്കളെല്ലാം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് എല്ലാ വിധത്തിലുള്ള വേട്ടയും നേരിട്ടുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അങ്ങനെ LDF വലിയ വിജയം നേടിയത്. അത് സെമിഫൈനലാണ് എന്ന് പറഞ്ഞ ആളുകൾ പിന്നീടൊന്നും പറയാനായി ഇരുന്നില്ല. അത് കഴിഞ്ഞ് കേരളത്തിലൊരു ഭരണ തുടർച്ച 2ാം പിണറായി സർക്കാർ അടക്കം വന്നു എന്നുള്ള കാര്യവും മറന്നു പോകരുത്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്നത് ആ കാലത്തുള്ള രാഷ്ട്രീയമായ നിലപാടുകൾ. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വരുന്ന എന്താണ്, ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് ചിത്രം എന്നുള്ളത് അത് വ്യത്യസ്തമാണ്. അത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പുമായി അതിനെ നമ്മൾ കൂട്ടിക്കുഴക്കേണ്ടതില്ല. ശരിയാണ്, രാഷ്ട്രീയമുണ്ട്, എന്നാൽ എല്ലാ തീരുമാനങ്ങളും രാഷ്ട്രീയ തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. എല്ലാ തീരുമാനങ്ങളും, നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും രാഷ്ട്രീയ തീരുമാനമാണ്. ശരി, രാഷ്ട്രീയ തീരുമാനമാണ്, പക്ഷേ അതിൽ മറ്റൊന്നും പറയാനില്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശ്രീ ബിജി വിഷ്ണു, ഇവിടെ BJP അങ്ങോട്ട് വരാൻ ആര് തയ്യാറെടുത്താലും ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്നവരാണ്. പല തെരഞ്ഞെടുപ്പുകളിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട കുറച്ചുപേരെ വിളിച്ചുകൊണ്ട് വരിക എന്നത് മാത്രമായി ഒതുങ്ങുന്നതും കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ശശി തരൂർ പറയുന്നു, നമ്മുടെ രാഷ്ട്രീയം ഇങ്ങനെ സങ്കുചിതമാകാനുള്ളതല്ല, പ്രതിപക്ഷം എന്നത് കണ്ണടച്ചെതിർക്കുക എന്നത് മാത്രമല്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം നല്ലത് കണ്ടാൽ നല്ലത് പറയൂ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു നാഷണലിസ്റ്റ്, ദേശീയ ചിന്താഗതിയിൽ നിന്നുകൊണ്ട്, ഒരു ഭാരതീയൻ എന്ന വികാരത്തിൽ നിന്നുകൊണ്ട് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ അദ്ദേഹം വിലയിരുത്തിയതാണ്. അതിനപ്പുറമൊന്നും അതിനകത്തില്ല എന്നതാണ് അദ്ദേഹത്തിന് സൂചിപ്പിക്കാനുള്ളതെങ്കിലോ? രാഷ്ട്രീയമായി എപ്പോഴും BJPയെ വളരെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്
അടുക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ കടപൂട്ടി വിശ്വപൗരൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. കാരണം കേരളത്തിൽ കോൺഗ്രസ് അടക്കം തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ കേന്ദ്രത്തിൽ ഇനി ഒരു MP മാത്രമായി തനിക്ക് ഇനി നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സൂചന അദ്ദേഹം കേരളത്തിൻ്റെ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ അദ്ദേഹം പോവുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. അദ്ദേഹത്തിന് ഏത് രാഷ്ട്രീയം വേണോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതിലൊന്നും ഞങ്ങൾ കൈകടത്തുന്നില്ല. പക്ഷേ കേരളത്തിൽ ശ്രീ ശശി തരൂർ ഇപ്പോൾ പുകഴ്ത്തുന്നത് ഇടതുപക്ഷത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വഴി തുറക്കാൻ വേണ്ടി തന്നെയാണ്. അതിൻ്റെ ചർച്ചകൾ തന്നെയാണ് അദ്ദേഹം ഇന്ന് തുടങ്ങി വെച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ഭാഗികമായിട്ടെങ്കിലും MP ഗോവിന്ദന്മാർ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവന മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്? കാരണം കോൺഗ്രസിൽ എപ്പോഴും ശശി തരൂർ ഒരു അടയ്ക്കപ്പെട്ട മുഖമാണ്. കാരണം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അദ്ദേഹം മത്സരിച്ച് വന്നപ്പോഴൊക്കെ തന്നെ കോൺഗ്രസിൽ അദ്ദേഹം അനഭിതനായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പനും അപ്പൻ്റെ പെങ്ങള് സുഭദ്രയും അടക്കമുള്ള ഒരു കൂട്ടുകമ്പനിയാണെന്നും ആ കൂട്ടുകമ്പനി തകർന്ന് തരിപ്പണമായെന്നും ഡൽഹി തിരഞ്ഞെടുപ്പ് അടക്കം പുറത്തെ റിസൾട്ട് വന്നപ്പോൾ രാജ്യ തലസ്ഥാനത്ത് പോലും ഈ കോൺഗ്രസിന് ഇനി ഗതിയില്ലാത്തത് കൊണ്ട് ശശി തരൂർ പുത്തൻ വഴികൾ ആലോചിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യവസായം തകർന്നടിഞ്ഞ ഇവിടെ ഇടതുപക്ഷത്തെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പുതിയ വാതിലുകൾ തുറക്കുന്നത്. കോൺഗ്രസുകാർ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ചില ആളുകൾക്ക് കോൺഗ്രസിൽ നിൽക്കാൻ കഴിയില്ല. പലരും പുറത്തേക്ക് പോവുകയാണ്. കാരണം കോൺഗ്രസിന്റെ തകർച്ച ദേശീയ തലത്തിൽ തന്നെ വലിയൊരു യാഥാർത്ഥ്യമാവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ കോൺഗ്രസ് നേടി ഞങ്ങൾ ഈ രാജ്യം പിടിക്കാൻ പോകുന്നു, ഞങ്ങൾ വലിയ വെല്ലുവിളി BJPക്ക് ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലടക്കം കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഹരിയാനയിൽ തകർന്നു, മഹാരാഷ്ട്രയിൽ തകർന്നു. ഇനി കോൺഗ്രസിന് ഈ രാഷ്ട്രീയത്തിൽ ഒരു സ്പേസുമില്ല. കോൺഗ്രസിൽ നിൽക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതികളിൽ നിൽക്കും. ദേശീയ രാഷ്ട്രീയത്തിനനുസരിച്ച് ആ കൂട് വിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ശരി, എന്തായാലും പുതിയ രാഷ്ട്രീയ വഴി തരൂർ തേടുകയാണെങ്കിൽ അതെന്തായാലും നേരത്തെയൊക്കെ പലപ്പോഴും അദ്ദേഹത്തെ സംശയിച്ചതുപോലെ BJPയുടെ സംഘി വഴി എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുള്ളതുപോലെ ആ വഴി അല്ല എന്ന് സൂചിപ്പിക്കുന്നു എന്നാണ് എനിക്ക് വിഷ്ണുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. ശ്രീകുമാർ മനയിൽ, ഇവിടെ ഇപ്പോൾ തരൂരിനെ സംബന്ധിച്ച് ഒരു പാർട്ടി മാറ്റം എന്നത് വേണമെങ്കിൽ ഇപ്പോൾ BJPയിലേക്കോ മറ്റോ പോകണമെങ്കിൽ അദ്ദേഹത്തിന് വളരെ മുമ്പ് തന്നെ പോകാമായിരുന്നു. അത്തരം വെല്ലുവിളികൾ നേരിട്ട ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്നതാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ തന്നെ അത് മറ്റൊരു ചിന്തയുടെ തുടക്കമാണ് എന്ന സൂചനകൾ നൽകുകയുണ്ടായി. ഇവിടെ ശബരിനാഥനെ പോലെയുള്ളവർ ഭാഗികമായി അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്ന സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. എന്തായിരിക്കും ഇനി ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കോൺഗ്രസിന്റെ മാർഗം? നടപടികളിലേക്കോ വിശദീകരണത്തിലേക്കോ പോകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി തരൂരിന് പുറത്തേക്കുള്ള വഴി വേഗത്തിലാക്കാൻ നേതാക്കൾ ശ്രമിക്കുമോ? അതോ ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കാനാണോ സാധ്യത? തരൂരിന് പുറത്തേക്കുള്ള വഴികൾക്ക് കൂടുതൽ കാരണങ്ങൾ തേടേണ്ടി വരുമോ? രേണു, ശശി തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഈ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിനെതിരെയൊന്നും അത് അങ്ങനെ നടപടിയെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. KC വേണുഗോപാൽ, അതിന് താഴെയുള്ള നേതാക്കൾ ആരും വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. അത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ തീരുമാനിക്കേണ്ട, ഒരു പരിധിവരെ പ്രിയങ്കയും കൂടെ തീരുമാനിക്കേണ്ട, ഇവർ 3 പേര് മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് ശശി തരൂരിനെതിരെ എന്ത് നടപടി വേണമെന്നൊക്കെ. അതിനൊന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ വാക്കുകളൊക്കെ അത്രയ്ക്ക് അവിടെ മുഖവിലക്കെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ ഇനി എന്ത് എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം നെഹ്റു കുടുംബത്തിന് ശശി തരൂരിന് താല്പര്യമില്ല. കാരണം മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ അങ്ങനെ ഒരു മത്സരം കാഴ്ചവെക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ചിന്തയായിരുന്നു ആദ്യം മുതലേ നെഹ്റു കുടുംബത്തിന് ശശി തരൂരിനോടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ആ ഒരു ആഗ്രഹത്തെ മറികടന്നാണ് അദ്ദേഹം മത്സരിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തിൻ്റെ ഗുഡ് ബുക്കിൽ നിന്ന് അദ്ദേഹം പുറത്തായി. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസിൻ്റെ സിമ്പിളായിട്ട് ഉയർത്തി കാണിക്കാൻ രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബവും രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരും ആഗ്രഹിക്കുന്നില്ല. അതിനവർക്ക് വേറെ ആളുകളുണ്ട്. അപ്പോൾ പിന്നെ തരൂർ എന്ത് ചെയ്യും? BJPയിലേക്ക് പോയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ BJPയിലേക്ക് അദ്ദേഹം നേരത്തെ പോകാമായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അദ്ദേഹം കേരളം കോൺസെൻട്രേറ്റ് ചെയ്യും. കേരളത്തിലൊരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഏതാണ് മുഖം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരാണ് ഇടതുപക്ഷത്തെ മുഖം? MV ഗോവിന്ദനോ? അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷവും CPM നേരിടുന്നൊരു പ്രതിസന്ധി കൂടെയുണ്ട് ഇതിനകത്ത്. അവർക്കും ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ പറ്റിയ മുഖങ്ങളില്ല. അപ്പോഴാണ് ഈ ശശി തരൂരിനെ പോലൊരു ആളുടെ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം എങ്ങനെ അവർക്ക് ഗുണം ചെയ്യും? അടുത്ത തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവുമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശശി തരൂരിനെ പോലെ ഒരു മിഡിൽ ക്ലാസ് അപ്പീലുള്ള ഒരു നേതാവിൻ്റെ പിന്തുണ ഇടതുപക്ഷത്തിന് ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് അല്ലെങ്കിൽ വരികയാണെങ്കിൽ അത് CPMനും ഇടതുപക്ഷത്തിനും ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ നേട്ടം ചില്ലറയല്ല.
കാരണം ശശി തരൂരിനെ പോലെ ഒരു സ്റ്റേച്ചറുള്ള ലോകത്തെങ്ങും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒരുപാട് കാലം താമസിക്കുകയും അവിടുത്തെ ജീവിത രീതികൾ കണ്ട് മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത വലിയൊരു എഴുത്തുകാരൻ. അപ്പോൾ അദ്ദേഹത്തെ പോലൊരു ഒരാൾ CPM അല്ലെങ്കിൽ CPM പറഞ്ഞു, നിങ്ങൾ ആലോചിക്കുക, പിണറായി വിജയൻ എന്ന CPM നേതാവിൻ്റെ ഭരണത്തെ ഇത് കൊള്ളാമെന്ന് ശശി തരൂരിനെ പോലെ ഒരാൾ പറയുകയാണെങ്കിൽ അത് ഗ്ലോബലി ഇമ്പാക്റ്റ് ഉണ്ടാകും. ഈ കേരളത്തിന് വെളിയിലുള്ള മലയാളികൾക്ക് പോലും അക്കാര്യത്തിലൊരു ചിന്തയുണ്ടാവും. നിങ്ങൾ CPM-ന്റെ രാഷ്ട്രീയ തന്ത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. നമ്മൾ ഈ കിടന്ന് ഈ രാഷ്ട്രീയ ചർച്ച കളിക്കുന്ന പോലെയല്ല ഈ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയം കാണുന്നത്. അയാൾ രാഷ്ട്രീയം കാണുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. ശശി തരൂരിനെ പോലൊരാൾ നിങ്ങൾ നോക്കുന്നത്, ശശി തരൂരിൻ്റെ ഈ ഒരു ആർട്ടിക്കിൾ വന്നതിന് ശേഷം എത്ര ബിസിനസ് ടൈക്കൂൺസാണ് അല്ലെങ്കിൽ ഇത്ര ബിസിനസ് അതിൻ്റെ CEO-മാരും MD-മാരുമാണ് അദ്ദേഹത്തെ ശരിവെച്ച് രംഗത്തെത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര പേരുണ്ടായിരുന്നു? ഒത്തിരി അധികം ആളുകൾ അത് ഈ ശശി തരൂർ പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞ് രംഗത്തെത്തി. ഇത് തന്നെയാണ് CPM ആഗ്രഹിച്ചത്. CPM കൃത്യമായിട്ട് ആഗ്രഹിച്ചത് തന്നെ. കാരണം ഞങ്ങൾ ഈ പറയുന്ന ബംഗാളിലെ പോലെയോ അല്ലെങ്കിൽ പഴയ അച്യുതാനന്ദൻ്റെ കാലത്ത് EMS-ൻ്റെ കാലത്ത് CPM അല്ല. ഞങ്ങളൊരു മോഡറേറ്റ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഞങ്ങൾ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് ബിസിനസ് നടത്തി എന്ത് ലാഭം എടുക്കാം. കാരണം ഞങ്ങൾ ഈ യൂറോപ്പിനെ പോലെയും അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള യൂറോപ്യൻ കൺട്രീസിനെ പോലെയൊക്കെ ഈ പറയുന്ന ലിബറൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ രാഷ്ട്രീയമൊന്നും ഇല്ല എന്നുള്ള ഒരു പരികല്പന അത് പുറത്തേക്ക് വിടുകയാണ്. അത് എയർ ചെയ്യുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. അതിനെ സാധൂകരിക്കാൻ ശശി തരൂരിനെ പോലെ ഒരാളെ അവർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ രാഷ്ട്രീയ വിജയമാണ് CPM-ന്. അതുകൊണ്ടാണ് ശശി തരൂരിന്റെ ഒറ്റ ലേഖനം തന്നെ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ്. കാരണം ഈ കോൺഗ്രസിനേക്കാൾ മികച്ച ഈ നിങ്ങൾ ഈ പറഞ്ഞ ഈ ബിസിനസ്സുകാർക്കും പണം മുടക്കാൻ ആഗ്രഹിക്കുന്ന മൂലധനം മുടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത്തരം ആളുകൾക്ക് എല്ലാവർക്കും കോൺഗ്രസിനേക്കാൾ മികച്ച ഓപ്ഷൻ CPM-ആണ്. കാരണം കോൺഗ്രസിനെ പോലെയല്ല, അത് CPM-ൽ കൃത്യമായ നേതൃത്വമുണ്ട്. ഒരു കാര്യം തീരുമാനിച്ചാൽ താഴേക്ക് നടത്താനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ കോൺഗ്രസിനേക്കാൾ ഭേദമല്ലേ CPM? ഞങ്ങളുടെ പണം ഇവിടെ മുടക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് ലാഭം കിട്ടാൻ കോൺഗ്രസിനേക്കാൾ നല്ലതല്ലേ CPM എന്ന് ഈ പണം മുടക്കുന്നവർക്ക് തോന്നലുണ്ടാകണം. ആ തോന്നലുണ്ടാകുക എന്നുള്ളതാണ്. തോന്നലുണ്ടാക്കാനുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനും P. രാജീവൊക്കെ നടത്തുന്നത്. അല്ല നിങ്ങൾ ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടൊന്നുമില്ല. അത് ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ്ങിനെ കുറിച്ചുള്ള ആ കണക്കെടുപ്പ് 2020 തന്നെ കേന്ദ്ര സർക്കാർ നിർത്തി. അതിനുശേഷം ഒരു ഇൻഡെക്സാണ് അവർ കൊണ്ടുവന്നേക്കണം. അതിൽ അച്ചീവേഴ്സ്, ടോപ്പേഴ്സ്, ആസ്പിയേഴ്സ് അങ്ങനെ 3 ഘടകങ്ങളാണ്. അതിൽ ആസ്പിയേഴ്സ് എന്നുള്ള ആ വിഭാഗത്തിലാണ് കേരളം നിൽക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന 2020 ശേഷം നടത്തിയിട്ടില്ല. ശരി, നമ്മളുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. അല്ല, നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ കണക്കെടുപ്പ് 2020 ശേഷം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന്റെ പീയൂഷ് ഗോയലിൽ നിന്ന് വ്യവസായ മന്ത്രി അദ്ദേഹം അതിന്റെ ഈ പുരസ്കാരം മേടിക്കുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. എന്തായാലും ഇനി തർക്കിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ശ്രീകുമാർ മനയിൽ നമ്മൾക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് മാറിയുള്ള തരൂർ നടത്തുന്ന പ്രസ്താവനകളുടെ തുടർച്ചയാണോ അതോ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നിലപാടാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.